ലീഡേഴ്സ് ആൻഡ് സ്പീക്കേഴ്സ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം. കഴിഞ്ഞ ട്രെയിനിങ്ങിനെ പറ്റി പലരും വീഡിയോസ് ഇട്ട് കണ്ടു. എല്ലാവരും തന്നെ നല്ല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്കും ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ട്രെയിനിങ്ങിൽ പല വിഷയങ്ങളെപ്പറ്റിയും നമ്മൾ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ പലതിലും എനിക്കുള്ള അറിവ് അത് വളരെ പരിമിതമായിരുന്നു. പക്ഷെ മറ്റുള്ളവരുടെ ആശയങ്ങൾ അല്ലെ അവരുടെ അറിവുകൾ അതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടിയ വലിയൊരു ഗുണം. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവർക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ അത് മറ്റുള്ളവരിൽ നിന്നും അവർക്ക് ഈ ട്രെയിനിങ്ങിൽ കൂടി ലഭിച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ ആദ്യം ഇവിടെ വരുന്ന ഒരു സമയം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ട്രെയിനിങ്ങിനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 10 പേരുടെ മുൻപിൽ ഒരു കാര്യം നമുക്ക് അവതരിപ്പിക്കാൻ നമുക്ക് മടിയായിരുന്നു. ആ ഒരു കഴിവ് നമുക്കില്ലായിരുന്നു. ഒരു സ്റ്റേജിലോ ഒരു മൈക്കിൻ്റെ മുമ്പിലോ ഒക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്ന് കഥ മാറി. ഇന്നിപ്പോൾ ഒരു ചെറിയ ക്രൗഡിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുവാൻ നമുക്കൊക്കെ കഴിയും. നമ്മളതിന് പ്രാപ്തരായെന്നല്ല, നമ്മളെയൊക്കെ പ്രാപ്തരാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. അതിനുവേണ്ടി നമ്മളുടെ ട്രെയിനർ ബിപിൻ സാറിൻ്റെ ഒരു നല്ല പങ്ക്, അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പ്രയത്നം അതിനുവേണ്ടി അതിൻ്റെ പിമ്പിലുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ഇനിയിപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പല സ്റ്റേജുകളിലും കയറേണ്ടതായിട്ട് വരും. അപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ധൈര്യം മാത്രം പോരാ, അറിവും കൂടി ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് വിഷയത്തെപ്പറ്റിയാണോ സംസാരിക്കുന്നത് ആ വിഷയത്തെപ്പറ്റി നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അറിവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ട്രെയിനിങ്ങിലും പല വിഷയങ്ങളെപ്പറ്റിയും പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തി ചർച്ചകൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയത്. അപ്പോൾ അതുപോലുള്ള അടുത്ത ട്രെയിനിങ്ങിലും ഇതുപോലെ അറിവുണ്ടാകുന്ന പല കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അടുത്ത ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യണം. പുതിയതായി അറ്റൻഡ് ചെയ്യാത്തവരെല്ലാം, പുതിയ ആൾക്കാരെല്ലാം അടുത്ത ട്രെയിനിങ്ങിൽ തീർച്ചയായിട്ടും വന്നിരിക്കുക. ഒഴിച്ചുകൂടാൻ പറ്റാത്ത അസൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും വരണം. വന്നാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. എന്തെങ്കിലും ഗുണങ്ങൾ 100% ഞാൻ ഉറപ്പ് തരുന്നു. വരുന്നത് കൊണ്ട് പുതിയതായി എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ഈ കാര്യങ്ങൾ ഇത്രയും ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മോർണിംഗ് ഓൾ. ഞാൻ ഈ മാസത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ മാസത്തെ പ്രോഗ്രാമിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മാസത്തെ പ്രോഗ്രാം എന്തുകൊണ്ടൊരു വ്യത്യസ്ത അനുഭവം സമ്മാനിച്ചതായിരുന്നു. നമ്മൾ വിവിധ സബ്ജക്റ്റുകളിൽ, അതായത് ജീവിത വിജയത്തിന് വേണ്ട സബ്ജക്റ്റുകളിൽ ഊന്നി നിന്നുകൊണ്ട് മെമ്പേഴ്സിൻ്റെ അഭിപ്രായം ഓപ്പണായിട്ട് പറയുകയും അതുവഴി നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ സഹായിച്ചൊരു പ്രോഗ്രാമായിരുന്നു അത്. ഇതിൽ 1-2 സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഞാൻ എവിടെ എത്തി നിൽക്കുന്നു, ഞാൻ എങ്ങും എത്തിയിട്ടില്ലല്ലോ, അതല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പല മേഖലകളിലും വേണമല്ലോ എന്നൊരു തോന്നലുണ്ടാക്കാൻ സഹായിച്ചു. തീർച്ചയായിട്ടും പബ്ലിക് സ്പീക്കിംഗ് മാത്രമല്ല, ജീവിത വിജയത്തിന് വേണ്ട ഇത്തരം സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതിന് സഹായിച്ച ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനോടും
അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഗ്രൂപ്പിൻ്റെ നേതൃത്വം വഹിക്കുന്ന ശ്രീ ബിപിൻ സാറിനോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇതോടൊപ്പം ഒരു പിക്ചർ കൂടി ആഡ് ചെയ്യുന്നു. അത് ഇന്നലെ ഞാൻ നടത്തിയൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ, വളരെ വിജയകരമായി നടത്തിയ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ ഒരു പിക്ചർ കൂടിയാണ്. അതുകൂടെ ഇതിനോട് ആഡ് ചെയ്യുന്നു. താങ്ക് യു. നമസ്കാരം. ഇന്നത്തെ ട്രെയിനിങ് വളരെ നല്ല ട്രെയിനിങ് ആയിരുന്നു. ഇന്ന് കുറച്ചൊക്കെ പറയാൻ പറ്റി. പിന്നെ ഇതിനു മുമ്പേയും 1-2 ക്ലാസ്സുകൾ മിസ്സായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തപ്പലുണ്ടായിരുന്നു. ഒഴിച്ചാൽ വേറെ സുഖമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. പിന്നെ ഇത് വേറെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നത് എന്താ വെച്ചാൽ, നേരത്തെയൊക്കെ വേറെ കുടുംബ സദസ്സുകളിലൊക്കെ നമുക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഫ്രീ ആയി. നമ്മളൊരു ആകുലതയും ഒക്കെ കുറയ്ക്കാൻ പറ്റി. പിന്നെ ഇപ്പോൾ ഇനിയും ഇതുപോലെ ഉള്ള പ്രോഗ്രാംസ് എങ്ങനെ ഇതിനും ഭംഗിയായിട്ട് നടത്താം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച വളരെ ഫലപ്രദമായിരുന്നു. അപ്പോൾ അത് എല്ലാവരും പല അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞു. അതിൽ ഉള്ളത് നല്ല കാര്യങ്ങൾ ഇപ്പോഴേ പ്രാവർത്തികമാക്കാമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിലൊന്നാണിത്. എന്തായാലും എല്ലാം നല്ലതായിട്ട് ഭവിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമസ്കാരം. ഞാൻ ഇന്നലെ നടന്ന ട്രെയിനിങ്ങിനെ കുറിച്ച് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. നമുക്ക് എന്താണ് സന്തോഷം എന്നതിനെക്കുറിച്ച് ഓരോരുത്തരുടെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും അവതരിക്കുന്നതിനും ഇന്നലെ സാധിച്ചു. നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച് ഓരോരുത്തരുടെയും വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പങ്കുവെച്ചു. നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാണ് എന്നതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം കൂടിയായിരുന്നു. പിന്നെ സമ്പത്ത് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അത് എങ്ങനെ നിലനിർത്തണമെന്നും നാം ഇതിൽ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നും ഉള്ള അവബോധമുണ്ടാക്കാൻ ഈ പ്രോഗ്രാമിനെ കൊണ്ട് സഹായിച്ചു. അതുപോലെ മണി മാനേജ്മെൻറ്റ് ചെയ്യുന്നതിന് വിദഗ്ധ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തു. പിന്നെ ഇതൊരു ട്രെയിനിങ് ആയിട്ട് അനുഭവപ്പെട്ടതേ ഇല്ല. അത് ഒരു ഫാമിലി മീറ്റിംഗ് പോലെയോ അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു സന്തോഷം പങ്കുവെക്കുന്നത് പോലെയോ അനുഭവപ്പെട്ടുള്ളൂ. ജീവിതത്തിൽ ഉപകാരപ്രദമായ ഒത്തിരി അറിവുകൾ പങ്കുവെക്കാനും സമ്പാദിക്കുവാനും കഴിഞ്ഞു. ഇതിന് ഞാൻ മാസ്റ്റർമൈൻഡ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ബിപിൻ സാറിനോട്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ലാസ്റ്റ് സൺഡേയിൽ നമ്മുടെ ശ്യാം സാറിൻ്റെ ലൊക്കേഷനിലുള്ള ക്ലാസ്സിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 3rd ക്ലാസ്സാണ് അവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതുവരെ അറ്റൻഡ് ചെയ്തതിലും ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് തോന്നിയൊരു ക്ലാസ്സായിരുന്നു ലാസ്റ്റ് സൺഡേയിലത്തെ ക്ലാസ്. ഞാൻ ആക്ച്വലി വൈകിട്ടാണ് എത്തിയത്. അപ്പം ഞാൻ എത്തിയിട്ടൊക്കെ തന്നെയാണ് തുടങ്ങിയതും. എനിക്ക് ക്ലാസ്സിൻ്റെ ഭാഗങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നിരിക്കലും ഞാൻ ഉച്ചയാകുമ്പം തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നുള്ള മട്ടിലാണ് വന്നിട്ടുണ്ടായത്. പക്ഷേ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒട്ടും ബോറിംഗ് ആയിരുന്നില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം വരെ ക്ലാസ് കഴിയുന്നത് വരെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പം എനിക്കതിൽ ഞാൻ സംസാരിച്ചത് ആരോഗ്യത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, ജോലി, വ്യക്തിത്വ വികസനം. സ്പെഷ്യൽ ടോപ്പിക്ക് കിട്ടിയത് വ്യക്തിത്വ വികസനമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വിശ്വാസം എനിക്കൊരുവിധം നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാര്യം ഞാനിപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നല്ല ഗ്യാപ്പായി ഉണ്ടായിരുന്നു, ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ സ്വാഗത പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് സ്റ്റേജ് കണ്ട ഒരാളെ പോലെ ഉള്ളൊരു ടെൻഷൻ എനിക്ക് വന്നു. പക്ഷേ അത് കഴിഞ്ഞ് സംസാരിച്ച് തുടങ്ങിയപ്പം ആ ഒരു പേസിലേക്ക് തിരിച്ചെത്താൻ പറ്റി, പഴയ ഒരു പേസിലേക്ക് ഒരുവിധമൊക്കെ സംസാരിക്കാൻ പറ്റി. പിന്നെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്ക് തന്നിട്ട് സംസാരിക്കാൻ പറ്റുമ്പം ജനറലായിട്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ചിട്ടാണെങ്കിൽ ആരോഗ്യത്തിന് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. സമ്പത്തിനെ കുറിച്ചിട്ടാണെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമ്മളെല്ലാവരും മിടുക്കന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന രീതിയിൽ കോമൺ ആയിട്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇത്തവണത്തെ എന്നെ അട്രാക്റ്റ് ചെയ്തൊരു കാര്യം, ഇപ്പം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും ജോലിനെക്കുറിച്ചും
വ്യക്തിത്വ വികസനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അത് നമ്മളുടെ കാര്യം, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കുന്നു, അത് കൈകാര്യം ചെയ്യുന്നു, അത് നിലനിർത്തുന്നു, അത് വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും. അപ്പോൾ ഇത് ആ രീതിയിൽ നമ്മളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയായിരുന്നു അത്. നമുക്ക് കോമൺ ആയിട്ട് സംസാരിക്കുന്നതിനേക്കഴിഞ്ഞും കൂടുതൽ അവനവൻ്റെ കാര്യം പറയുമ്പം നമുക്ക് കുറച്ചും കൂടെ നമ്മളും ആലോചിക്കും. പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്താണ് പറയാനുള്ളത് എൻ്റെ സമ്പത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലിയെക്കുറിച്ച് എന്താണ് എൻ്റെ കാഴ്ചപ്പാട്. നമ്മളിങ്ങനെ ലൈഫ് മുന്നോട്ട് പോകണു, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ മുന്നോട്ട് പോകണു എന്നല്ലാതെ നമ്മൾക്കും ഈ പറഞ്ഞ പോലെ തിരിഞ്ഞ് നിന്ന് എൻ്റെ ജോലിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ, ഞാൻ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഓൾവേസ് കുറച്ച് സമയം കണ്ടെത്തി ആലോചിച്ച് വിലയിരുത്തണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോഴും, അപ്പോൾ എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അതും നമ്മൾക്കൊരു മോട്ടിവേഷനായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും എനിക്കങ്ങനെ തോന്നിയത്. നമ്മളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും പിന്നെ അതുപോലെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മൾക്കുള്ളൊരു മോട്ടിവേഷനുമായിരുന്നു തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ സുഭാഷ് സാറിൻ്റെ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള സ്പീച്ച്, പിന്നെ ബിപിൻ സാറിൻ്റെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള സ്പീച്ച്. അപ്പോൾ ഇത് എല്ലാ രീതിയിലും നമ്മൾ അതായത് ഇടയ്ക്ക് ഒട്ടും നമ്മൾ ടൈം വേസ്റ്റാക്കി കളഞ്ഞില്ല. അതായത് തുടക്കം മുതൽ അവസാനം വരെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒന്ന് രണ്ട് വേറെ ജനറലായിട്ടുള്ള സംസാരങ്ങൾ കയറി വന്നാലും അതുമെല്ലാം ഏതെങ്കിലും രീതിയിൽ ഈ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അഡ്വാൻറ്റേജ് തരുന്ന കാര്യങ്ങളോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓവറോൾ ഭയങ്കര അടിപൊളിയായിരുന്നു ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ നമ്മളുടെ എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ ഇങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഈ വരാൻ പറ്റാത്തവർ മാക്സിമം വരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുന്തോറും നമുക്ക് അനുഭവങ്ങൾ കൂടും, കൂടുതൽ ഓഡിയൻസസ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ പേരുടെ അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് കൂടുതൽ നല്ല ടോപ്പിക്സ് കണ്ടെത്താം, കൂടുതൽ ഇൻറ്ററാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ നമുക്കൊരു ടീമായിട്ട് ഒന്നിച്ച് യുണൈറ്റഡ് ആയിട്ട് നമുക്കൊരു നല്ലൊരു മാനേജ്മെൻറ്റ് ടീമായിട്ട് നമുക്ക് ഒരുമിച്ച്, അല്ലെങ്കിൽ നല്ല ലീഡേഴ്സായിട്ട്, നാളത്തെ നല്ല ലീഡേഴ്സായിട്ട് നമുക്ക് വളരാനുള്ളൊരു നല്ല സ്കോപ്പാണ്, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കുക. എനിക്ക് നല്ല അനുഭവമായിരുന്നു ലാസ്റ്റ് ക്ലാസ്. മാക്സിമം ഞാൻ എല്ലാ ക്ലാസ്സും ഇനി ഫ്യൂച്ചറിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് ചെറിയ കുട്ടിയുള്ളതുകൊണ്ടാണ് എല്ലാ മാസവും വരാൻ പറ്റാത്തത്. കാര്യം വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം, പക്ഷേ ചെറിയ കുട്ടീനെ വെറുതെ ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ, 3.5 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് ഇത്രയും മനോഹരമാക്കാൻ വേണ്ട സബ്ജക്റ്റ് കണ്ടെത്തിയ ബിപിൻ സാറിനും പിന്നെ ബാക്കി എൻ്റെ അന്ന് സംസാരിച്ച എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മളുടെ പ്രോഗ്രാം ലാസ്റ്റ് സൺഡേയിലത്തെ ഭയങ്കര സൂപ്പറായിരുന്നു.